المدرسة الربانية كونوا ربانيين. الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹയുടെ അൽ ഖവാഇദുൽ മുസ്ല ഫി സിഫാത്തില്ലാഹി തആല വ അസ്മാഇഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഖായിദകളാണ് നമ്മൾ വായിച്ചു വന്നിരുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 ഖായിദകൾ പറഞ്ഞു. ഒന്നാമത്തെ തത്വം പൊതു നിയമമാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളെല്ലാം ഹുസ്നയാണ്. അത് എന്ത് കൊണ്ടാണ് അങ്ങനെ ഹുസ്നയാകാനുള്ള കാരണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഖായിദയിൽ വിശദീകരിച്ചത് അള്ളാഹുവിൻ്റെ അസ്മാകൾ അലമുകളുമാണ്, അതിനോട് കൂടെ തന്നെ വസ്ഫുകളുമാണ് എന്നതാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഖായിദയിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാകൾ അതിലുള്ളതായ അടങ്ങിയിരിക്കുന്ന വസ്ഫ് മുതഅദ്ദിയായ വസ്ഫാണെങ്കിൽ, സൃഷ്ടികളിലേക്ക് വിട്ടുകിടക്കുന്നതാണ് ആ ഗുണം എങ്കിൽ അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ആ ഇസ്മ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. മറ്റൊന്ന്, അതിലടങ്ങിയിരിക്കുന്ന ഗുണം. മറ്റൊന്ന്, അതിൻ്റെ ഹുക്കുമ്, അതിൻ്റെ താല്പര്യം, മുഖ്തദ, അതും എന്ത് ചെയ്യും, സ്ഥിരപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത്. അതല്ല മുതഅദ്ദിയായൊരു ഗുണത്തിൻ്റെ മേൽ അറിയിക്കുന്നതല്ല ആ ഇസ്മ എങ്കിൽ അതിൽ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ആ ഇസ്മ അള്ളാഹുവിന് എന്ത് ചെയ്യും, സുബൂത്താകും. മറ്റൊന്ന്, അതിലടങ്ങിയിരിക്കുന്ന ഗുണവും. ഇനി 4ാമത്തെ ഒരു ഖായിദ, ഇതാണ് നമുക്ക് വായിക്കാനുള്ളത്. ദലാലത്തു അസ്മാഇല്ലാഹി തആല അലാ ദാതിഹി വസിഫാതിഹി തകൂനു ബിൽ മുതാബഖതി വബിൽ തദമ്മുനി വബിൽ ഇൽതിസാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ പോലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ധാരാളം ഫായിദകൾ ഉണ്ട്. ഇത് ദലാലാത്തുകളെ എങ്ങനെയാണ് ഒരു കാര്യം, ഒരു ലഫ്ള് മറ്റൊന്നിലേക്ക് അറിയിക്കുന്നത് എന്നതിൻ്റെ ശൈലിയെ സംബന്ധിച്ച് ആണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അസ്മാകൾ അത് അലമുകളാണ്, അതേപോലെ തന്നെ വസ്ഫുകളാണെന്നെല്ലാം പറഞ്ഞല്ലോ. ഇതിൻ്റെ ഈ ലഫ്ളുകൾ, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മാത്രം ബന്ധപ്പെട്ടതല്ല, മറ്റുള്ള ധാരാളം ഏത് പദങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഉള്ള ഒരു തത്വമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ദലാലത്ത്, അതിൻ്റെ സൂചന, അത് അറിയിക്കുന്നത് അവൻ്റെ ദാത്തിൻ്റെ മേൽ അറിയിക്കലും അതേപോലെ തന്നെ സിഫാത്തിൻ്റെ മേൽ അറിയിക്കലും അത് മുതാബക്കയായിട്ടും തദമ്മുൻ നിലയിലും ഇൽത്തിസാം എന്ന നിലയിലും എന്ത് ചെയ്യും, അത് ദലാലത്ത് ചെയ്യുന്ന പറഞ്ഞത്. അത് മുതാബക്ക എന്താണ്, തദമ്മുൻ എന്താണ്, ഇൽത്തിസാം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതിൽ മുതാബക്ക കൊണ്ട് അറിയിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെ മുസന്നിഫ് റഹ്മഹുല്ലാഹ് തന്നെ വിവരിക്കുന്നുണ്ട്. അതായത് ഒരു ലഫ്ള് ഒരു വസ്തുവിൻ്റെ മുഴുവൻ മാനയുടെ മേൽ അറിയിക്കുന്നതാണ് എങ്കിൽ അത് മുതാബക്കയായ ദലാലത്താണ്. അതായത് ഒരു ആശയത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് അഖീമുസ്സലാ, നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കാരത്തെ നിലനിർത്തണം. ഇപ്പോൾ ഇവിടെ അസ്വലാത്ത് എന്നത് ഒരു ലഫ്ളാണ്, ഒരു പദമാണ്. അപ്പോൾ ഈ പദം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ നമസ്കാരങ്ങളുടെ 5 നേരത്തെ നമസ്കാരങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിൽ അതിന് ധാരാളം ജുസിയ്യാത്തുകൾ ഉണ്ടാവും. അതിൽ റുക്കൂഉണ്ട്, സുജൂദുണ്ട്, അതുപോലെ തന്നെ ഇഅ്തിദാലുണ്ട്, ഖിയാമുണ്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജുസുകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ അസ്വലാത്ത് എന്നുള്ളത് അതിൻ്റെ എല്ലാ ആശയത്തിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അങ്ങനെ അറിയിക്കുന്നതിനാണ് എന്തെന്ന് പറയുക, മുതാബക്ക നിലയിലുള്ള അറിയിക്കൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി തദമ്മുനിയായിട്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അസ്വലാത്ത് എന്ന് പറയുമ്പോൾ അഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണം. അപ്പോൾ അതിൻ്റെ അർത്ഥം റുക്കൂഅ് ചെയ്യണം എന്ന് എന്തുണ്ട്,
തളമ്മുനിയായിട്ട് അതിൽ ഉണ്ട്. ആ സ്വലാത്ത് എന്നുള്ള പദം എന്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്? ഈ നമസ്കാരത്തിൻ്റെ ഒരു ജുസ്ആയ റുക്കൂഇൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, സുജൂദിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, ഫാത്തിഹ പാരായണം ചെയ്യുന്നതിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അസ്വലാത്ത് എന്നുള്ള പദം തളമ്മുനിയായിട്ട് അറിയിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ മുഴുവൻ ആശയത്തിൻ്റെ ഒരു ജുസ്ഇൻ്റെ മേൽ എന്ത് ചെയ്യുന്ന അറിയിക്കുന്ന ആ ഒരു അറിയിക്കലിനാണ്, ദലാലത്തിനാണെന്ന് പറയുന്നത് തളമ്മുനിയായ അറിയിക്കൽ. അതിൻ്റെ മൊത്തം എല്ലാത്തിൻ്റെയും മേലുള്ള അറിയിക്കൽ എന്ന് പറയും. അത് മുതാബക്കയായിട്ടുള്ള അറിയിക്കൽ എന്ന് പറയും. ഇനി മൂന്നാമത് പറഞ്ഞ ഇൽത്തിസാമി ആയിട്ടുള്ള ദലാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പറഞ്ഞ ലഫ്ളിൻ്റെ ആശയത്തിന് പുറമെയുള്ള വേറെ ഒന്നിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനാണ് ഇൽത്തിസാമിയായ അറിയിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ അസ്വലാത്ത് എന്നുള്ള പദം അഖീമുസ്സല എന്ന് പറയുമ്പോൾ, നമസ്കാരം നിലനിർത്തണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് നമസ്കാരം നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതിൽ? വുളു വേണ്ടതുണ്ട്, അല്ലെങ്കിൽ സമയം പ്രവേശിക്കേണ്ടതുണ്ട് ദുഹർ നമസ്കരിക്കണമെങ്കിൽ. ഇതുപോലുള്ള അതിനും ഈ ആശയത്തിൻ്റെ ആ പദത്തിൻ്റെ പുറത്തുള്ള ഒരു ആശയത്തിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അനിവാര്യമായും അത് അറിയിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? ഇൽത്തിസാമിയായ അറിയിക്കൽ. അപ്പോൾ ഈ പറയുന്ന 3 രീതിയിലുള്ള ദലാലത്ത് എന്തുണ്ട്? അള്ളാഹുവിൻ്റെ അസ്മാകൾ അവൻ്റെ ദാത്തിൻ്റെയും സിഫാത്തിൻ്റെയും മേൽ അറിയിക്കുന്നത് ഈ പറയുന്ന 3 രീതിയിലുള്ള ദലാലത്തും അതിൽ ബാധകമാണ് എന്നുള്ളതാണ് ഖായിദ. അപ്പോൾ അൽ മുതാബക്ക എന്നുള്ളതിന് പറഞ്ഞിരിക്കുക ദലാലത്തുൽ ലഫ്ളി അലാ ജമീഇ മഅനാഹു. അതാണ് ദലാലത്തുൽ ലഫ്ളി അലാ ജമീഇ മഅനാഹു. ഒരു ലഫ്ള് അതിൻ്റെ മുഴുവൻ മഅനയുടെ മേലും അറിയിക്കുന്ന ആ ദലാലത്തിനാണ് എന്ന് പറയുന്നത് അൽ മുതാബക്ക എന്ന് പറയുന്നത്. ഒമ്മുന് എന്ന് പറഞ്ഞാൽ ദലാലത്തുൽ ലഫ്ളി അലാ ബഅദി മഅനാഹു. ആ ലഫ്ള് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മഅനയുടെ ഒരു ഭാഗത്തിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. ഒരു ഭാഗത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, ഒരു ജുസിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ എന്ത് പറയും? അത് തളമ്മുനിയായ ദലാലത്ത് എന്ന് പറയും. ഈ പറഞ്ഞ ദലാലത്തു അൽ മുതാബക്കയും അതേപോലെ തന്നെ തളമ്മുനിയും അത് ലുഗവിയായ ലഫ്ളിയായ ഒരു ദലാലത്താണ്, ഭാഷാപരമായിട്ടുള്ള അറിയിക്കലാണ്. എന്നാൽ അവസാനം പറഞ്ഞ ഇൽത്തിസാമിയായത് ദലാല അഖ്ലിയയാണെന്നാണ്. അതായത് അത് ബുദ്ധിയാണ് എന്ത് ചെയ്യണേ? ഒരു മനുഷ്യനെ അതിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഉലമാക്കൾ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും. അർ റഹ്മാനിർ റഹീം, അവൻ റഹ്മാനും റഹീമുമായവനായ അള്ളാഹുവാണ്. മാലിക് യൗമിദ്ദീൻ. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം, അതിൻ്റെ ലഫ്ളുകൾ അർത്ഥം എന്ത് ചെയ്യും? എല്ലാവർക്കും തിരിയും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ ഇൽത്തിസാമിയായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അറിയിക്കുന്നുണ്ടാവും. അത് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളുകൾക്കാണ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന 3 ആയത്തിലും ഏത് ഇബാദത്തിൻ്റെയും അതിൻ്റെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ മുഹർരികാത്തുൽ ഖുലൂബ്, ഹൃദയത്തെ ചലിപ്പിക്കുന്ന അതിൻ്റെ പ്രേരണ നൽകുന്ന പ്രധാനപ്പെട്ട 3 കാര്യമായ സ്നേഹം, അതുപോലെ തന്നെ പ്രതീക്ഷ, ഭയം, ഇത് 3 ഇവിടെ ഉണ്ട്. ഈ പറയുന്ന 3 ആയത്തിലുണ്ട്. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടണേ? അത് ഇൽത്തിസാമിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഏത് ഇബാദത്ത് ചെയ്യുമ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ വേണം എന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ദലാലത്ത്, അത് അവൻ്റെ ദാത്തിൻ്റെ മേലും സിഫാത്തിൻ്റെ മേലുമുള്ള ദലാലത്ത് ഈ പറയുന്ന രീതിയിൽ തക്കൂന ബിൽ മുതാബക്ക കൊണ്ടുമാകും, ഒബിൽ തദമ്മുനി കൊണ്ടുമാകും, ഒബിൽ ഇൽത്തിസാം കൊണ്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഖായിദ. അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മിസാലു ദാലിക, അതിനുള്ള ഉദാഹരണമാണ് അൽ ഖാലിഖ് എന്നുള്ളത്. അൽ ഖാലിഖ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്. യദുല്ലു അലാ ദാത്തില്ലാഹി വഅലാ സിഫത്തിൽ ഖൽഖി ബിൽ മുതാബക്ക. അപ്പോൾ അതിൻ്റെ അള്ളാഹുവിൻ്റെ വസ്ഫിൻ്റെ മേലും ഖൽഖ് എന്നുള്ള സിഫത്തിൻ്റെ മേലും അതേപോലെ തന്നെ ദാത്തിൻ്റെ മേലും അത് അറിയിക്കുന്ന അറിയിക്കലുണ്ടല്ലോ, അത് എന്തറിയിക്കലാണ്? അതിൻ്റെ പൂർണ്ണമായ മാനയുടെ മേലുള്ള അറിയിക്കലാണ്. അത് മുതാബക്ക കൊണ്ടുള്ള അറിയിക്കലാണ്. വയദുല്ലു അല ദാത്തി വഹദഹ, അതിൻ്റെ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ മേലുള്ള മാത്രമുള്ള അത് അറിയിക്കുന്നു. അതേപോലെ തന്നെ അലി അല സിഫത്തിൽ ഖൽഖ് എന്നുള്ള സിഫത്തിൻ്റെ മേൽ മാത്രമായിട്ടുള്ള അറിയിക്കൽ എന്ത് അറിയിക്കലാണ്? ബി തദമ്മുനി കൊണ്ടുള്ള അറിയിക്കലാണ്, ദലാലത്താണത്. വയദുല്ലു അല സിഫത്തൈൽ ഇൽമി വൽ ഖുദ്റത്തി ബിൽ ഇൽതിസാമി. ഇതേപോലെ തന്നെ അൽ ഖാലിഖ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്?
അതിൻ്റെ ഇവ രണ്ടിലെ ഈ ലഫ്ലിൻ്റെ മാനയല്ലാത്ത മറ്റൊന്നിൻ്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഖാലിഖാണ്. ഖാലിഖാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഖുദ്റത്തുള്ളവനായിരിക്കും, അവൻ ഖദീറായിരിക്കും. അതേപോലെ തന്നെ അവനെന്തുണ്ടാകും, ഇൽമുള്ളവനായിരിക്കും. ഇൽമുള്ളവനെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഖൽക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇൽമിൻ്റെ മേലും ഖുദ്റത്തിൻ്റെ മേലുമുള്ളതായ ആ അറിയിക്കൽ എന്ത് രീതിയിലുള്ള ദലാലത്താണ്, ഇൽത്തിസാമിയായ ദലാലത്താണ് എന്നാണ്. അതിനുശേഷം വലിഹാദ, അതിനൊരു ഉദാഹരണം പറയുകയാണ്. വലിഹാദ ലമ്മാ ദക്കറല്ലാഹു ഖൽഖസ് സമാവാതി വൽ അർദ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് അത് പറഞ്ഞപ്പോൾ ഖാൽ, അള്ളാഹു പറഞ്ഞു, ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ 7 ഭൂമികളെ സൃഷ്ടിച്ചു, അതുപോലെ ഭൂമികളെയും സൃഷ്ടിച്ചു. അതിൻ്റെ ഇടയിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നു, അവൻ്റെ വഹ്യ് ഇറക്കുന്നു എന്ന് പറയണം. എന്തിനാണ് ഇതെല്ലാം ചെയ്തത്? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അപ്പോൾ ഈ ഖൽഖ് എന്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, ഈ ഖുദ്റത്തിൻ്റെയും ഇൽമിൻ്റെയും മേൽ അറിയിക്കുന്നുണ്ട്. വദലാലത്തുൽ ഇൽത്തിസാമി മുഫീദത്തുൻ. എന്നിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയാണ്, ഇവിടെ നമ്മുടെ ഖായിദ അവിടെ കഴിഞ്ഞു, അതിനുശേഷമുള്ള ഒരു ഫായിദയാണ് പറയണത്. വദലാലത്തുൽ ഇൽത്തിസാമി മുഫീദത്തുൻ ജിദ്ദൻ. ഇങ്ങനെ ഈ ഇൽത്തിസാമിയായ ദലാലത്ത് വളരെ പ്രയോജനകരമാണ്. ലിത്വാലിബിൽ ഇൽമി, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ഇദാ തദബ്ബറൽ മഅന, അവനെന്ത് ചെയ്താൽ, മാനയെ തദബ്ബുർ ചെയ്താൽ, അതിന് 2 ഖൈദ് പറയുന്നുണ്ട്. ഇത് പ്രയോജനകരമാകണമെങ്കിൽ ഉള്ള 2 കാര്യം പറയുന്നുണ്ട് മുസന്നിഫ്. ഒന്ന്, ആ വാക്കുകളുടെ മാനയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, തദബ്ബുർ ചെയ്യണം. മറ്റൊന്ന്, വഫഖഹുല്ലാഹു തആല ഫഹ്മൻ ലിത്തലാസുമി, ആ തലാസുമിനെ മനസ്സിലാക്കി ഫഹ്മ് ചെയ്യാൻ അള്ളാഹു അവനെന്ത് ചെയ്യണം, തൗഫീഖും കിട്ടിയാൽ അവൻക്ക് എന്ത് ചെയ്യും, ഇത് മുഖേന വലിയ ഫായിദ ഉണ്ടാവും എന്നുള്ളതാണ്. ഫഇന്നഹു ബിദാലിക യഹ്സുലു മിന ദലീലിൽ വാഹിദി അലാ മസായില കസീറ. കാരണം എന്ത് ചെയ്യും, ഇങ്ങനെ ഇത് മനസ്സിലാക്കുന്നു, അതിനുള്ള തൗഫീഖ് ഒരാൾക്ക് കിട്ടിയാൽ, അതിന് തദബ്ബുർ ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ എന്ത് ചെയ്യും, ഒരൊറ്റ ദലീലിൽ നിന്ന് ധാരാളം മസ്അലകളിലേക്ക് എന്ത് ചെയ്യും, അത് കരസ്ഥമാക്കാൻ എന്ത് ചെയ്യും, അവന് സാധിക്കും എന്നുള്ളതാണ്. അതിനുശേഷം ഇമാമുകൾ പറയുന്നു, വഅലം, നീ അറിയണം. ഇതിനുശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഫായിദയാണ് അന്നൽ ലാസിമ മിൻ ഖൗലില്ലാഹി തആല വ ഖൗലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ ഖൗലിൽ നിന്നുള്ളതായ ലാസിമ്, അതായത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അത് മുഖേന അനിവാര്യമായും ഉണ്ടാകാവുന്ന ഒരു കാര്യം, അത് ഇദാ സ്വഹ അൻ യകൂന ലാസിമ, അത് ലാസിമാകൽ സ്വഹീഹാണ് എങ്കിൽ ഫഹുവ ഹഖുൻ, ആ കാര്യവും എന്തായിരിക്കും, ഹക്കായിരിക്കും. അപ്പോൾ അള്ളാഹു ഒരു കാര്യം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറയുന്നു. അപ്പോൾ ആ ഖൗല് മുഖേന അനിവാര്യമായി തീരുന്ന ഒരു കാര്യം, അതും എന്തായിരിക്കും, അനിവാര്യമായ ഹക്ക് തന്നെയായിരിക്കും. അതിനുള്ള കാരണം പറയാണ്, വദാലിക ലിഅന്ന കലാമല്ലാഹി വറസൂലിഹി ഹഖുൻ. അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖൗലുകൾ അതെന്താണ്, അത് സത്യമാണ്. വലാസിമുൽ ഹഖ് ഹഖുൻ, ഈ ഹക്കിൻ്റെ ലാസിമ, ഒരു ഹക്ക ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് മുഖേന വേറൊരു ആശയം അവിടെ വരുന്നുണ്ടെങ്കിൽ ആശയം എന്തായിരിക്കും, ഹക്കായിരിക്കും. അപ്പോൾ ഹക്കായ ഒരു കാര്യം അള്ളാഹുവും റസൂലും പറയുന്നത് ഹക്കാണ്. അപ്പോൾ അത് മുഖേന ഉണ്ടാകാവുന്ന ഒരു ഹക്ക്, ആ ഹക്ക് എന്തായിരിക്കും, അവിടെ ഒരു ഖൈദ് പറഞ്ഞു, ഇദാ സ്വഹ അൻ യകൂന ലാസിമ, അത് ലാസിമാവുക എന്നുള്ളത് സ്വഹീഹായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താവും, അത് മുഖേന ഉണ്ടാകുന്ന ലാസിമും എന്തായിരിക്കും, ഹക്കായിരിക്കും. കാരണം എന്താണ്, ഒരു കാരണം ഇവിടെ പറഞ്ഞത്, ഒരു കാരണം അള്ളാഹു റസൂൽ എന്ത് പറയുള്ളൂ, ഹക്കാണ് പറയുള്ളൂ. അതുകൊണ്ട് അത് മുഖേന ഉണ്ടാകുന്ന ഒരാശയം എന്ത് തന്നെയാണ്, അത് ഹക്കാണ്. രണ്ടാമത്തത് വലി അന്നല്ലാഹ തആല ആലിമുൻ ബിമാ യകൂനു ലാസിമൻ മിൻ കലാമിഹി വ കലാമി റസൂലിഹി ഫയകൂനു മുറാദ. അള്ളാഹു ആകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, അവർ ഒരു കലാമ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖേന എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ആർക്കറിയാം, അള്ളാഹ്ക്കറിയാം. ഇപ്പം ഇന്ന വാക്ക് പറഞ്ഞാൽ അത് മുഖേന അതിൻ്റെ
പരിണിത ഫലമായിട്ട് റിസൾട്ടായിട്ട് ഇന്നൊരു ആശയം അവിടെ വരുന്നുണ്ട് എന്നുള്ളത് ആർക്ക് നന്നായി അറിയാം? അള്ളാഹുവിനറിയാം. അത് അള്ളാഹുവിൻ്റെ വാക്കുകളിൽ നിന്നാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നാണെങ്കിലും. അപ്പം പിന്നെ ആ പറഞ്ഞത് ഫയക്കൂൻ മുറാദൻ, അതെന്താവും? ഉദ്ദേശപൂർവമുള്ള മുറാദായ ഒരു കാര്യമാകും. അപ്പോൾ ഇതിനെ ഇമാമുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അസ്സമീഅ എന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ. അപ്പോൾ ഈ അസ്സമീഅ എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന് എന്തുണ്ട്? സമഅണ്ട് എന്നുള്ളത് എന്താവും? അവിടെ യാഥാർത്ഥ്യമാകും. ഇപ്പോൾ ഇവിടെ ഇമാമുകൾ കൊടുക്കുന്ന ഒരു ഉദാഹരണം ഇതാണ്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കൈത് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ വാക്ക് മുഖേന ഏതെങ്കിലും ഒരു കാര്യം ലാസിമാകുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? അത് ലാസിമാകാൽ സ്വഹീഹാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഹക്കായിരിക്കും എന്നാ പറഞ്ഞത്. ഇപ്പോൾ ലാസിമാകൽ സ്വഹീഹാകുന്നതുമുണ്ട്, സ്വഹീഹാകാത്തതുമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വഹീഹാകുന്നതുമുണ്ട്, സ്വഹീഹാകാത്തതും. ഉദാഹരണം പറഞ്ഞാൽ സ്വഹീഹാകാത്ത ചില കാര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയാണ്, ഒരു അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ഒരാൾ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാളോട് വന്ന് പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് ഇന്ന സിഫത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ എന്ത് ചെയ്തു? അള്ളാഹുവിന് യദുണ്ട് എന്ന് നിങ്ങൾ സ്ഥിരപ്പെടുത്തുവാണല്ലോ. അത് മുഖേന യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അത് മുഖേന ഉപമിച്ചിരിക്കുന്നു. അള്ളാഹു യദുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ പോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെയായി എന്ന് ഒരാൾ എന്ത് ചെയ്യാണ്? നമ്മോട് പറയുകയാണ്. അപ്പോൾ ഇത് ലാസിമാകൽ സ്വഹീഹാണോ? അങ്ങനെ ഒരു ആശയം കിട്ടുമോ അതിൽ നിന്ന്? ഒരിക്കലും കിട്ടൂല. അപ്പോൾ അത് ലാസിമാവുക എന്നുള്ളത്, ആ ഒരു ആശയം ലാസിമാവുക എന്നുള്ളത് സ്വഹീഹ് അല്ലാത്ത കാര്യമാണ്. കാരണം അള്ളാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ ആ യദ് ഒരിക്കലും മനുഷ്യൻ്റേതുപോലുള്ള യദാണെന്നുള്ള ആശയം അവിടെ വരുന്നുണ്ടാവും. ഒരിക്കലും നിരാശയം വരുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ യദ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ യദാണ്, അത് സൃഷ്ടാവിലേക്ക് ചേർക്കപ്പെട്ടതാണ്. മനുഷ്യരുടെ യദ് എന്നുള്ളത് അത് മനുഷ്യരിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അത് ഒരിക്കലും അത് തമ്മിൽ നിന്നുണ്ടാവില്ല. സാദൃശ്യം വരിക എന്നുള്ളത് യാഥാർത്ഥ്യം ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഇപ്പം ജീവികൾക്ക് തന്നെ യദുണ്ട്. ഇപ്പോൾ ഉറുമ്പിന് യദുണ്ടാവും. ഉറുമ്പിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ്റെ ഏതാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അപ്പോൾ സൃഷ്ടികളുടെ തന്നെ ഇതുപോലുള്ള സിഫാത്തുകൾ ഒരിക്കലും പരസ്പരം എന്താവില്ല? സാദൃശ്യമാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സൃഷ്ടാവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് സൃഷ്ടികളുടെ യദാണെന്ന് ഒരാൾക്ക് മനസ്സിലാവാൻ സാധിക്കുക? അപ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ലാസിമം ഉണ്ടാവുക എന്നുള്ളത് സ്വഹീഹായ കാര്യമല്ല. അതാണ്. എന്നാൽ അത് സ്വഹീഹായ കാര്യമാണ് എങ്കിൽ, അങ്ങനെ ഒരു ലാസിമ് ഉണ്ടാവുക എന്നുള്ളത് ശരിയാണെങ്കിൽ എന്താണ്? ആ ലാസിമ ഹക്കായിരിക്കും. അള്ളാഹുവിൻ്റെ കൗലിൽ നിന്നുള്ളതാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലിൽ നിന്നുള്ളതാണെങ്കിലും. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ഉദാഹരണം കൂടി, ശരി അങ്ങനെ ലാസിം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന് തെളിവ് കൂടി ഇമാമോട് കൊണ്ടുവരുന്നുണ്ട്. അത് ഇതാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം സംസാരിക്കുന്നവനാണ്. യതകല്ലമു മതാശ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാണ്, അത് നിങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് മുഖേന ലസിമ മിൻ ദാലിക അൻ യകൂന അല്ലാഹു ഹാദിഥ, അല്ലാഹു ഹാദിഥാണ് എന്നുള്ളത് അവിടെ എന്താവും? ലാസിമാകും എന്നിവർ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് ശരിയായതല്ല. കാരണം എന്താവില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇച്ഛിക്കുമ്പോൾ സംസാരിക്കും എന്നുള്ളത് എന്തിനെ? അതൊരു അള്ളാഹുവിൻ്റെ ന്യൂനതയാണോ? ന്യൂനതയായ കാര്യമല്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? കലാമുകൾ അങ്ങനെ പുതുതായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്താണ്? അത് വൽഹാദിഥു ലാ യഖൂമു ഇല്ലാ ബിഹാദിഥി, പുതുതായി ഉണ്ടായവനിലാണ് എന്ത് ചെയ്യുള്ളൂ? അവനിൽ നിന്നാണ് പുതുതായി ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു വിചിത്രമായ വാദമാണത്. ആ വാദം എന്തല്ല? അങ്ങനെ ലാസിമുകൾ ഉണ്ടാവുക എന്നുള്ളത് എന്തില്ല? അത് ശരിയായ കാര്യമല്ല. അപ്പോൾ നമ്മൾ അവരോട് പറയും ഹാദാ ലാസിമുൻ ബാത്തുൽ, നിങ്ങൾ ഇപ്പോൾ ഈ അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് അള്ളാഹു പെട്ടെന്നുണ്ടായി വന്നത് അവനാണ് എന്നുള്ള ലാസിമുകൾ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം. വലൈസ ബിസ്വഹീഹൻ, അത് സ്വഹീഹല്ല, ശരിയല്ല ആശയം. ഖദ് യഖൂമു ഷൈഉൽ ഹാദിസ് ബിമൻ ഹുവ അസ്ലിയുൻ അബദിയുൻ, അസ്ലിയായ അബദിയായ, അതായത് തുടക്കമില്ലാത്തവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു ഹാദിസായ കാര്യം ഉണ്ടാവുക എന്നുള്ളത് എന്തല്ല? അത് സംഭവിക്കാവുന്ന കാര്യമാണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? ന്യൂനതയായ കാര്യമല്ല
എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ വാക്കുകൾ ഖൗലുകളിൽ നിന്ന് ഒരു ലാസിമ് ഉണ്ടാകൽ സ്വഹീഹായ ലാസിമാണെങ്കിൽ എന്താണ്, അത് ഹക്കായിരിക്കും. ഇനി സ്വഹീഹ് അല്ലാത്തതാണ് എങ്കിൽ എന്തല്ല ആവുകയില്ല എന്നുള്ളത്. അപ്പോൾ ആ കൈത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിന് രണ്ട് കാരണങ്ങളോട് പറഞ്ഞു. ഒന്നെന്താണ്, ഒന്ന് അത് സ്വഹീഹാകണം, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അതെന്നാണ്. ഒന്ന് അള്ളാഹു റസൂലും പറയുന്നത് ഹക്കായിരിക്കും. മറ്റൊന്ന് അള്ളാഹു റസൂൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് മുഖേന എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്താണ് അള്ളാഹുവിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ എന്തില്ല, ആ ലാസിമ് ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ലാസിം ആകൽ സ്വഹീഹാകുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാ. അതെന്താണ്, ഒരാൾ പറയാണ് ഇന്നല്ലാഹ ഇസ്തവാ ബിദാതിഹി അലൽ അർശ് അർ-റഹ്മാനു അലൽ അർശ് ഇസ്തവ. അപ്പോൾ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഒരാൾ സ്ഥാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അവിടെ അള്ളാഹുവിന് ദാത്തുണ്ട്, അർഷിൻ്റെ മേൽ അത് ഇസ്തിവാ ആയിരിക്കുന്നു എന്നുള്ളൊരു ലാസിം അവിടെ വരും. അങ്ങനെ ലാസിം വരുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, അത് സ്വഹീഹാണ്. അതുപോലെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് നീങ്ങുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ, അപ്പോൾ അള്ളാഹുവിന് ദാത്തുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ അതിൻ്റെ ലാസിമാണ്. ആ ലാസിമ് ഉണ്ടാവുക എന്നുള്ളത് സ്വഹീഹായ കാര്യമാണ്. അതിനെന്തില്ല, ഒരു പ്രശ്നവുമില്ല എന്നുള്ളതുമാണ്. ഇനി അമ്മൽ ലാസിമു മിൻ ഖൗലി അഹദിൻ സിവാ ഖൗലില്ലാഹി വറസൂലിഹി ഫലഹു സലാസു ഹാലാത്തിൻ. ഇനി അള്ളാഹുവിൻ്റെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അല്ലാത്ത ഒരാളുടെ വാക്കിൽ നിന്നുള്ള ലാസിമ്, അതിന് 3 അവസ്ഥകളുണ്ട് എന്നുള്ളതാണ് മുസന്നിഫ് റഹ്മഹുല്ലാ പറയുന്നത്. അത് ഒരാളൊരു കാര്യം പറഞ്ഞു, എന്നാൽ അവനാ പറഞ്ഞത് മുഖേന ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂലേ, അല്ലെങ്കിൽ അവന് അഖീദയുണ്ടോ ഇല്ലേ, അവൻ്റെ ആ വാക്ക് കൊണ്ട് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്നുണ്ട്. അവിടെ 3 ഹാലുകളാണുള്ളത്. അതാണ് വിശദീകരിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫായിദയാണ്. അതിൽ ഒന്നാമത്തെ ഹാൽ എന്ന് പറഞ്ഞാൽ അയ്യുദ്കറ ലിൽ ഖായിലി വയൽതസിമു ബിഹി. ഇത് ഒരാളൊരു കാര്യം പറഞ്ഞു, അപ്പോൾ അവനോട് പറയുക, എന്താണ്, നീ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവനോട് സൂചിപ്പിക്കുക. എന്താണ് അത് മുഖേന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് അവനോട് സൂചിപ്പിക്കുക. അപ്പോൾ വയൽതസിമു ബിഹി, അതിൻ്റെ അനിവാര്യത അവൻ എന്ത് ചെയ്തു, അത് ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലാസിം വരും, അത് കുഴപ്പമില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് അവനെ സമ്മതിക്കുക. അതാണ് ഒരു ഹാല്. മിസ്ല അൻ യഖൂല മൻ യൻഫി സിഫാത്തിൽ ഫിഅലിയ്യതി ലിമൻ യുസ്ബിതുഹാ. ഏതുപോലെ എന്നാൽ അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫാത്തുകൾ നിഷേധിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തുന്ന ഒരാളോട് പറയുകയാണ്, യൽസമു മിൻ ഇസ്ബാതിക സിഫാത്തി അൽ ഫിഅലിയ്യതി ലില്ലാഹി അസ്സ വജല്ല അൻ യകൂന മിൻ അഫ്ആലിഹി മാ ഹുവ ഹാദിസുൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫാത്തുകളെ സ്ഥാപിക്കുന്നത് മുഖേന എന്ത് അനിവാര്യമാകും, യൽസമു അൻ യകൂന മിൻ അഫ്ആലിഹി മാ ഹുവ ഹാദിസുൻ. അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ ഹാദിസായ പുതുതായിട്ടുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് എന്താവും, നിർബന്ധമായി തീരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം. അപ്പോൾ അള്ളാഹു എന്താണ്, അവൻ ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുന്നവനാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫിഅലിയായ സിഫാത്തുകളിൽ എന്തുണ്ടാവും, ഹാദിസായ ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് ലാസിമ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ സ്ഥിരപ്പെടുത്തുന്നുണ്ടല്ലോ, അള്ളാഹു എന്ത് ചെയ്യണം, ഉദ്ദേശിക്കുമ്പോൾ സംസാരിക്കുന്നവനാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നഅം, അതെ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വഅനൽതസിമു ബിദാലിക്, ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഫഇന്നല്ലാഹ തആല ലം യസൽ വലാ യസാലു ഫഅാലൻ ലിമാ യുരീദ്. അപ്പോൾ ഫിഅലിയായ അള്ളാഹുവിൻ്റെ പ്രവർത്തികൾ അങ്ങനെ ആകും, അതങ്ങനെ ആയിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്, ഇനി അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അവൻ സംസാരിച്ചിട്ടുണ്ട്, ഇനി സംസാരിക്കുകയും ചെയ്യും. അവൻ്റെ ഫിഅലിയായ അങ്ങനെയുള്ളതായ സുഫത്തുകൾ അങ്ങനെ പുതുതായി ഉണ്ടാവുക എന്നുള്ളതല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയല്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് സ്ഥാപിച്ചിട്ടുമുണ്ട്, അതെന്ത് ചെയ്യുന്നു, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നവൻ പറയും. വലാ നഫാദ ലി അഖ്വാലിഹി വ അഫ്ആലിഹി. അള്ളാഹുവിൻ്റെ അഖ്വാലുകൾക്കും അഫ്ആലുകൾക്കും എന്തില്ല, അതിന് അറ്റമില്ല, അത് തീർന്നു പോവില്ല.
അവസാനിക്കാത്തതാണത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. അപ്പോൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യില്ല, അവസാനിക്കുകയില്ല. അതിങ്ങനെ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, കടലുകൾ, സമുദ്രങ്ങൾ അത് എന്ത് ചെയ്തു, മഷി ആയിട്ട് മാറുകയും അള്ളാഹുവിൻ്റെ എൻ്റെ റബ്ബിൻ്റെ കലിമാത്തുകൾക്ക് എന്ത് ചെയ്തു, അതിനെ രേഖപ്പെടുത്താനുള്ള മഷിയായി. അങ്ങനെ രൂപപ്പെടുത്താൽപ്പെട്ടാൽ ആ കടലിലെ സമുദ്രത്തിലെ ജലം മുഴുവനും എന്ത് ചെയ്തു, അത് ഇല്ലാതെയാകും. എന്തിനു മുമ്പ്? റബ്ബിൻ്റെ കലിമാത്തുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്യും, അത് തീർന്നു. ഇനി അതേപോലുള്ള മറ്റ് അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെയും സമുദ്രങ്ങൾ കൊണ്ടുവന്നാലും എന്ത് ചെയ്യൂല, അള്ളാഹുവിൻ്റെ കലാമുകൾ തീരൂല, അത് അവസാനിക്കൂല. ഇത് പറഞ്ഞത് അപ്പോൾ അത് എന്ത് ചെയ്യും, ഇങ്ങനെ പുതുതായിട്ട് സംഭവിക്കാം. അതെന്തില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനതയല്ല. അതുപോലെ വലൗ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ മാ നഫിദത് കലാമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അപ്പോൾ ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളും പേനകളായിട്ട് എന്ത് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സമുദ്രം, അതിന് 7 സമുദ്രങ്ങൾ വേറെ പുഷ്ടിപ്പെടുത്തി മഷികളാക്കി. എന്നാലും അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ എന്ത് ചെയ്യൂല, തീർന്നു പോവുകയില്ല. അപ്പോൾ ഞാനത് സമ്മതിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അതുപോലുള്ള ഫിഅലിയായ സിഫാത്തുകളെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ സമ്മതിക്കുന്നില്ല. അത് മുഖേന എന്ത് ചെയ്യും, ഇങ്ങനെ ഹാദിസായിട്ടുള്ളതായ കലാമുകൾ ഉണ്ടാകുമെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നു. വഹുദൂസു ആഹാദി ഫിഅലിഹി തആല ലാ യസ്തൽസിമു നഖ്സൻ ഫി ഹഖ്ഖിഹി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഫിഅലുകളിൽ നിന്നുള്ള ആഹാദുകൾ, അതിൻ്റെ ഓരോരോ ഫിഅലുകൾ, അത് എന്താണ്, അത് ഉണ്ട് എന്നുള്ളത്, അത് പുതുതായി ഉണ്ടാകുന്നു എന്നുള്ളത്, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഖ്സിനെ, ഒരു ന്യൂനത എന്ത് ചെയ്യുന്നില്ല, നിർബന്ധമാക്കി തീർക്കുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹക്കിൽ അതല്ല, എന്തല്ല, ഒരു ന്യൂനതയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരവസ്ഥ. ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അത് മുഖേന എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അനിവാര്യമായ മറ്റൊരു കാര്യം, ഒരു താല്പര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അവനോട് പറയുക. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഒന്നുകിൽ അത് സമ്മതിക്കുക. അതാണ് ഒരവസ്ഥ. അപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു, അവൻ്റെ അഖീദ എന്താണ്, അവൻ്റെ ആ വിഷയത്തിലുള്ള നിലപാടെന്താണെന്ന് എന്ത് ചെയ്തു, ബോധ്യപ്പെട്ടു. അവിടെ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ അവസ്ഥ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അൽഹാലു സാനിയ അൻ യുദ്കറ ലഹു വയംനഅ തലാസുമു ബൈനഹു വബൈന ഖൗലി. ഇത് ഇവനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് മുഖേന ഇന്ന ഒരു ലാസിം ഉണ്ടാകുന്നുണ്ട് എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, അതിനെ മന ചെയ്തു. അങ്ങനെ ഒരു തലാസും ഇന്നുണ്ടാവില്ല, ഞാനത് പറഞ്ഞത് മുഖേന ഇങ്ങനെ ഒരു ലാസും ഉണ്ടാവുകയില്ല, അവൻ്റെ കൗലിൻ്റെയും അതിൻ്റെ ഇടയിൽ അങ്ങനെ പ്രശ്നമില്ല എന്ന് അവൻ അതിനെ നിരസിക്കുകയാണ്. ഏതുപോലെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ഒരാൾ അതിനെ സ്ഥാപിക്കുന്ന ഒരാളോട് പറഞ്ഞു, യൽസമു മിൻ ഇസ്ബാതിക അൻ യകൂന അല്ലാഹു തആല മുശാബിഹൻ ലിൽ ഖൽഖി ഫീ സിഫാതിഹി. നീ അള്ളാഹുവിൻ്റെ ഇന്ന സിഫാത്തുകൾ സ്ഥാപിക്കുന്നത് മുഖേന എന്ത് ചെയ്യും, അത് മുഖേന ഉണ്ടാകുന്ന കാര്യം അള്ളാഹുവിനെ എന്ത് ചെയ്തു, ഖൽഖിനോട്, അവൻ്റെ സിഫാത്തുകളോട് എന്ത് ചെയ്യലാണ്, സാദൃശ്യപ്പെടുത്തുക എന്നുള്ളൊരു ലാസിം അവിടെ ഉണ്ടാകും എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവ മുസ്ബിത്തായ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അംഗീകരിക്കുന്ന ആൾ പറഞ്ഞു, ലാ യൽസമു ദാലിക്, അതെന്താവില്ല, അത് മുഖേന ഞാൻ ഇന്ന സിഫാത്തിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് മുഖേന നീ പറഞ്ഞിരിക്കുന്ന ഈ എന്ത് ചെയ്യും, തഷ്ബീഹ്, മുഷാബ്, അള്ളാഹുവിൻ്റെ ഖൽഖുകളോട് അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കാരണം ഈ അന്ന സിഫാത്തിൽ ഖാലിഖ് മുദാഫത്തുൻ ഇലൈഹി, അള്ളാഹുവിൻ്റെ ഖാലിഖിൻ്റെ സിഫാത്തുകൾ അവനിലേക്ക് ചേർക്കപ്പെട്ടതാണ്. ഇലാഫത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്, അതിന് ആരോടാണോ ഇലാഫത്ത് ചെയ്യപ്പെടുന്നത് അവന് ഖാസായിട്ടുള്ളതാണത്. ലം തുദ്കർ മുത്ലഖതൻ, നിരുപാധികമല്ല പറഞ്ഞത് ഈ സിഫത്ത്, ഇത് അള്ളാഹുവിൻ്റെ സിഫത്തായിട്ടാണല്ലോ പറഞ്ഞത്. ഹത്താ യുംകിന മാ അൽസംത ബിഹി. അപ്പോൾ നീ പറഞ്ഞിരിക്കുന്ന, നീ അനിവാര്യമാക്കിയിരിക്കുന്ന ഈ കാര്യം സാധിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം, നിരുപാധികം പറഞ്ഞതാകണം. നിരുപാധികമാണോ ഈ സിഫത്ത് പറഞ്ഞത്, ഇത് അള്ളാഹുവിൻ്റെ സിഫത്താണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് അവനിലേക്ക് ചേർക്കപ്പെടുന്നതാണ്, അത് അവന് ഖാസായിട്ടുള്ളതാണ്. വഅലാ ഹാദാ ഫതകൂനു മുഖ്തസ്സതൻ ബിഹി ലായിഖതൻ ബിഹി. അപ്പോൾ അവനിലേക്ക് ചേർത്ത് പറയപ്പെട്ടതാകുമ്പോൾ സ്വാഭാവികമായും അത് അവന് പ്രത്യേകമായതായി, അവന് അനുയോജ്യമായ ഒരു ഗുണമാണത്, ഒരു സിഫത്താണത്. കമാ അന്നക അയ്യുഹൻ നാഫി ലിസ്സിഫാത്തി തുസ്ബിതു ലില്ലാഹി തആല ദാതൻ. ഈ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് ദാത്തുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ അള്ളാഹുവിന് ദാത്തുണ്ടെന്ന്
പറയുമ്പോൾ സമ്മതിക്കുമ്പോൾ വതംനഉ അൻ യകൂന മുശാബിഹൻ ലിൽ ഖൽഖി ഫി ദാതിഹി ഫഅയ്യു ഫർഖിൻ ബൈന ദാതി വസിഫാതി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തോന്നും, അള്ളാഹുവിന് ദാത്ത് ഉണ്ട്, സൃഷ്ടികൾക്കും ദാത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവും ഇവരും തുല്യമാണെന്നാണോ? അങ്ങനെ പ്രശ്നം അവിടെ വരുന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ് എന്ത് സിഫാത്തുകളുടെ കാര്യത്തിലും അള്ളാഹുവിന് സിഫത്തുണ്ട്, അത് അവൻ്റെ ലായിക്കായ അനുയോജ്യമായ സിഫത്താണ്. അത് സൃഷ്ടികളുടേതുപോലെ എന്ത് ചെയ്യുന്നില്ല, ആയിത്തീരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് വഹുക്കുമുൽ ലാസിമി ഫി ഹാതൈനിൽ ഹാലൈനി ഫി ഹാതൈനിൽ ഹാലൈനി ളാഹിറുൻ. അപ്പോൾ ഈ രണ്ട് അവസ്ഥകളിലും കാര്യം വ്യക്തമാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു വാക്ക് പറയുന്നു, അത് മുഖേന ഒരു ഇന്ന ലാസിമായൊരു ആശയം അവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവനോട് പറയുമ്പോൾ അവനെ അംഗീകരിച്ചു, അതെ ഇങ്ങനൊരു ലാസിം വരുന്നുണ്ട്, അതിന് എന്താണ് ഒരു കുഴപ്പമില്ല, അത് ഞാൻ എന്ത് ചെയ്തു സമ്മതിക്കുന്നു. അവിടെ കാര്യം വ്യക്തമാണ് അവൻ്റെ ആശയം. രണ്ടാമത് അവനോട് പറയപ്പെട്ടു, നീ ഇന്ന സിഫാത്തിനെ അള്ളാഹുവിൻ്റെ സിഫത്തിനെ അംഗീകരിക്കുന്നത് മുഖേന ഇന്നൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല, അത് മുഖേന എന്ത് ചെയ്യൂല, അങ്ങനെ ഒരു ലാസിം വരികയില്ല എന്നവനെ നിഷേധിച്ചു. ഇത് എല്ലാ വാക്കുകൾക്കുള്ളതാണ്ടാവും. ഒരു മനുഷ്യന് ഏത് വാക്ക് പറഞ്ഞാലും അത് മുഖേന വേറൊരു ലാസിം വരുന്നുണ്ട് എങ്കിൽ അത് അവനോട് പറയപ്പെടുമ്പോൾ അവനെന്ത് ചെയ്യും, ഒന്നുകിൽ അത് സമ്മതിക്കും, അതല്ലെങ്കിൽ വിസമ്മതിക്കും. അപ്പോൾ ഈ രണ്ട് അവസ്ഥകളിൽ കാര്യം വ്യക്തമാണ്. മൂന്നാമത്തെ അവസ്ഥ ഇതാണ്, അൽ ഹാലു സാലിസതു അൻ യകൂന ലാസിമു മസ്കൂതൻ അൻഹു ഫലാ യുദ്കറു ബിൽതിസാമിൻ വലാ മൻഇൻ. അതായത് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അവൻ സമ്മതിക്കുന്നതായിട്ടോ നിഷേധിക്കുന്നതായിട്ടോ മന ചെയ്യുന്നതായിട്ടോ വന്നിട്ടില്ല, അത് മസ്കൂത്താണ്. അതിനെ സംബന്ധിച്ച് അവനോട് ചോദിക്കപ്പെട്ടില്ല, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ, പക്ഷേ അത് അവനെക്കുറിച്ച് ചോദിച്ചിട്ട് അവിടെ ഒരു വിശദാംശം കിട്ടിയിട്ടില്ല. ഒന്നുകിൽ ചിലപ്പോൾ മരിച്ചുപോയ ആളായിരിക്കാം, അല്ലെങ്കിൽ അവനോട് ചോദിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞിരിക്കുന്ന ആ കൗല് മുഖേന ഇത് ലാസിമ് ഉണ്ടാവുകയൊന്നും ഇല്ല എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ രണ്ടവസ്ഥയിൽ അവൻ്റെ ആശയം നിലപാടെന്താണ് വ്യക്തമാണ്. മൂന്നാമത് പറഞ്ഞതിൽ എന്ത് ചെയ്തിട്ടില്ല, അവനോട് അത് പറയപ്പെട്ടിട്ടില്ല. ആ പറയുന്ന ലാസിമ് അവിടെ മസ്കൂത്തൻ അനുഭവമാണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, സംസാരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഫലാ യുദ്കറു ബിൽതിസാമിൻ വലാ മൻഇൻ, അങ്ങനെ അവൻ അതിനെ സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ വിസമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫഹുകുമുഹു ഫി ഹാദിഹിൽ ഹാലി അല്ലാ യുൻസബ ഇലൽ ഖായിൽ. അപ്പോൾ ഈ അവസ്ഥയിൽ എന്താണ് അതിൻ്റെ വിധി എന്താണ്? അത് ആ പറയുന്ന ലാസിമ് ആയി വരുന്ന ആശയം ഈ പറഞ്ഞ ഖായിലിലേക്ക് എന്ത് ചെയ്യില്ല, ചേർക്കപ്പെടുകയില്ല. അവൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് മുഖേന ഉണ്ടാകുന്ന ഇന്ന ആശയം ഇവൻ്റേതാണെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ അവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഒന്നുകിൽ നിഷേധിക്കുമായിരിക്കും ചെയ്യുക, അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, സമ്മതിക്കുമായിരിക്കും. ഇപ്പോൾ ഇത് സമ്മതിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല, അല്ലെങ്കിൽ വിസമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്തില്ല, വ്യക്തമല്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അത് മുഖേന ഉണ്ടാകുന്ന ലാസിം എന്ത് ചെയ്യില്ല, ഇവനിലേക്ക് ചേർക്കപ്പെടുകയില്ല. ലിഅന്നഹു യുഹ്തമലു ലൗ ദുകിറ ലഹു അൻ യൽതസിമ ബിഹി ഔ യംനഉ തലാസും. അത് അവനോട് പറയപ്പെട്ടാൽ ഒരുപക്ഷെ അവൻ എന്ത് ചെയ്തേക്കാം, അതിനെ ഇൽത്തിസാം ചെയ്തേക്കാം, അത് അവനെ സമ്മതിച്ചേക്കാം. അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തേക്കാം, അത് വിസമ്മതിച്ചേക്കാം. വയുഹ്തമലു ലൗ ദുകിറ ലഹു ഫതബയ്യന ലഹു ലുസൂമുഹു ഔ ബുത്ലാനുഹു അൻ യർജിഅ അൻ ഖൗലിഹി ലിഅന്ന ഫസാദ ലാസിം യദുല്ലു അലാ ഫസാദിൽ മൽസൂം. ചിലപ്പോൾ വേറൊരു സാധ്യത എന്ന് പറഞ്ഞാൽ അവനോട് പറയപ്പെട്ടു, അപ്പോൾ അവന് ബോധ്യപ്പെട്ടു ഇത് മുഖേന ഉണ്ടാകുന്ന അതിൻ്റെ ബുത്ലാനിയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്തു, ബോധ്യപ്പെട്ടു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാമല്ലോ. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ട് പറഞ്ഞാവില്ല. അള്ളാഹു റസൂല പറഞ്ഞാണെങ്കിൽ എന്താണ്, അവരതിൻ്റെ വരും വരായികകൾ അറിഞ്ഞിട്ടാണ് പറയുക. അതിൻ്റെ ലാസിം എന്നതായിരിക്കുമെന്ന് ആർക്കറിയാം, അള്ളാഹ്ക്കറിയാം. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ലാസിം ഇങ്ങനെ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അവൻ എന്ത് ചെയ്യും, അതിനെ തിരുത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ അവസ്ഥയിൽ ഇവൻ്റെ ഈ 3 സാധ്യതകളും അവൻ്റെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ അവനത് സമ്മതിക്കുന്നത് എൻ്റെ ആശയമാണത്, അത് മുഖേന വരുന്ന ലാസിമ് ഞാൻ അംഗീകരിക്കുന്നതാണ് എന്ന് പറയും. അതല്ല എങ്കിൽ അല്ല, ഞാനത് എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒരു ലാസിമോട് ഉണ്ടാവുകയില്ല എന്ന് പറയും. ചിലപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തേക്കാം, തെറ്റ് പറ്റിയതായിരിക്കും, ഇവൻ എന്ത് ചെയ്യും, അത് തിരുത്തിയേക്കാം, അതിൽ നിന്ന് പിന്മാറിയേക്കാം. ഇങ്ങനെ 3 ഇഹ്തിമാലുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് വലിയ ഉറൂദി ഹാദൈനിൽ ഇഹ്തിമാലൈനി ലാ യുംകിനുൽ ഹുക്മു ബി അന്ന ലാസിമൽ ഖൗലി ഖൗലുൻ. അപ്പോൾ ഇത് മുഖേന എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 സാധ്യതകളും ഇപ്പോൾ അംഗീകരിക്കാമെന്നും അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാൻ പറ്റുകയില്ല. ഈ 2
എഹ്തിമാൽ അവൻ്റെ മുന്നിലുണ്ട്. ഇവന് ചിലപ്പോൾ അത് സമ്മതിക്കുന്നവനാകാം, അല്ലെങ്കിൽ നിഷേധിക്കുന്നവനാ. അങ്ങനെ സാധ്യത ഉള്ളതിനാൽ ലാ യുംകിനുൽ ഹുക്മു ബി അന്ന ലാസിമൽ ഖൗലി ഖൗലി, ഇവൻ പറഞ്ഞ ഈ ഖൗലിൻ്റെ ലാസിമ് അത് ഇവൻ്റെ ഖൗലാണ് എന്ന് വിധി പറയാൻ കഴിയില്ല, സാധ്യമല്ല. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് മുഖേന ലാസിമാകുന്നതായ ഈ ഒരു ആശയം അത് ഇവൻ്റെ ആശയമാണെന്ന് പറയാൻ എന്തില്ല, നിർവാഹമില്ല. കാരണം എന്തുണ്ട്, ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കുകയാണ് ഫൈൻ ഖീൽ ഇദാ കാന ഹാദൽ ലാസിമു ലാസിമൻ മിൻ ഖൗലിഹി ലസിമ അൻ യകൂന ഖൗലൻ ലഹു ലിഅന്ന ദാലിക ഹുവൽ അസ്ൽ ലാ സിയ്യമാ മഅ ഖുർബി തലാസുമി എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്താണത്? ഈ പറയുന്ന ലാസിമ മിൻ ഖൗലിഹി, അവൻ്റെ വാക്കിൽ നിന്നുണ്ടായ ലാസിമല്ലേ, അവൻ പറഞ്ഞതുകൊണ്ടാണല്ലോ അവനക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് ഇവൻ്റെ വാക്കിൽ നിന്നാണല്ലോ ഈ ലാസിം ഉണ്ടായത്. അപ്പോൾ ലസിമ അയ്യക്കൂന ഖൗലൻ ലഹു, അതപ്പോൾ ഇവൻ്റെ ആശയം തന്നെ ആവുക എന്നുള്ളത് അനിവാര്യമല്ലേ, അതല്ലേ അതിൻ്റെ അസുല്. ലഅന്ന ദാലിക ഹുവൽ അസ്ൽ, കാരണം അതാണ് അതിൻ്റെ അസുല്. ലാ സിയ്യമ മഅ ഖുർബി തലാസുമി, ഈ തലാസുമ് വളരെ സമീപമാണ്, അടുത്തതാണ് എന്നുള്ളൊരിക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് അത് മുഖേനുള്ള ലാസിം ഇവൻ്റെ ആശയമാണ് എന്ന് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ അതിനെയും ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ് ഖുൽന ഹാദാ മദ്ഫൂഉൻ ബി അന്നൽ ഇൻസാന ബശർ, അതും എന്ത് ചെയ്യണം, തള്ളപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ആളെന്താണ്, മനുഷ്യനാണ്, അള്ളാഹുവോ റസൂലോ അല്ല. റസൂൽ ആണെങ്കിലും റസൂലിൻ്റെ വാക്കുകൾ എന്താണ്, ദീനിയായിട്ടുള്ള വാക്കുകൾ സ്വാഭാവികമായിട്ടും അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വാക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ വരും വരായികകൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവനാണ്. പക്ഷെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ബഷറാണ്. വലഹു ഹാലാത്തു നഫ്സിയ്യ വഖാരിജിയ്യ തൂജിബു അദ്ദുഹൂൽ അനിൽ ലാസിമി, ഇവന് വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ ഉണ്ടാകാം. ഇവൻ്റെ മാനസികമായ ചില പ്രശ്നങ്ങൾ ഉള്ളപ്പോഴായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഖാരിജിയായിട്ടുള്ള വേറെ ഏതെങ്കിലും ഘട്ടങ്ങളിലായിരിക്കും എന്ത് ചെയ്തത്, ഇവനിക്ക് എന്തെങ്കിലും ആഭ്യന്തരമോ അതല്ലെങ്കിൽ എന്താണ് ഖാരിജിയായതോ ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ സമയത്തായിരിക്കാം, അവസ്ഥകളിലായിരിക്കാം ഇവനിത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഹാലാത്തുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഇതിൻ്റെ ലാസിമിനെ സംബന്ധിച്ച് അവനക്കൊരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടാവും, ദുഹൂലുണ്ടായിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഇവനിത് പറഞ്ഞത്. അല്ലെങ്കിൽ ഫഖദ് യഗ്ഫുൽ, അവൻ ചിലപ്പോൾ അശ്രദ്ധമായിട്ടായിരിക്കാം, ഔ യസ്ഫു, അല്ലെങ്കിൽ മറന്ന് സംസാരിച്ചതായിരിക്കാം, ഔ യൻഗലിഖു ഫിക്റുഹു, അല്ലെങ്കിൽ അവൻ്റെ ഫിക്ർ ചിന്ത എന്ത് ചെയ്തിട്ടുണ്ടാവുന്ന പെട്ടെന്ന് അടഞ്ഞു പോകുന്ന അവസ്ഥയിലായിരിക്കാം. ഔ യഖൂലു ഖൗല ഫീ മദായിഖി ഔ യഖൂല അൽ ഖൗല ഫീ മദായിഖിൽ മുനാദറാത്തി മിൻ ഗൈരി തഫ്കീരിൻ ഫി ലവാസിമിഹി വനഹു ദാലിക, അതിലേക്ക് ചിലപ്പോൾ മുനാദറയുടെ ഘട്ടത്തിലായിരിക്കാം പറഞ്ഞത്, ഓരോ ആളായിട്ടുള്ള സംവാദത്തിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പെട്ടെന്ന് അവനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എന്ത് ചെയ്യണേ, അതിൻ്റെ ലാസിമത ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരാളൊരു കൗല് പറഞ്ഞു, അത് അവനെക്കുറിച്ച് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഇസ്തിഫ്സാർ, അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കപ്പെട്ടിട്ടില്ല. അവൻ അതിൻ്റെ ലാസിമിനെ അംഗീകരിച്ചിട്ടും അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ ലാസിമിനെ തള്ളുന്നതായിട്ടോ അവനിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടു ഒന്നും വന്നിട്ടില്ല. എന്നാൽ അത് മുഖേന ഉണ്ടാകുന്ന ആ ആശയം, ആ ലാസിം എന്ത് ചെയ്യൂല, ഈ പറഞ്ഞ കായിലിലേക്ക് ചേർക്കപ്പെടൂല എന്നുള്ളതാണ് മൂന്നാമത്തെ അവസ്ഥ. അപ്പോൾ ഇത് ഈ നാലാമത്തെ കായിദയിൽ ഒരു ഫായിദയായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ ആ കായിദ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ്, അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ദലാലത്ത് അത് ഈ പറയുന്ന 3 രീതിയിലും എന്താണ് സ്ഥാപിക്കപ്പെടും. ആ ദലാലത്തിൻ്റെ രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അസ്സമീഅ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ മേലും അതേപോലെ തന്നെ അവൻ്റെ വസ്ഫിൻ്റെ മേലും ഉള്ളതായ ആ അറിയിക്കലിന് മുതാബക്ക നിലയിലുള്ള ദലാലത്ത് എന്ന് പറയും. ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രമുള്ള സൂചനയാണെങ്കിൽ അതിന് തദമ്മുനിയായ എന്താണ് ദലാലത്ത് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഏത് ലഫ്ളുകളെയും തെളിവ് പിടിക്കുന്ന തെളിവിൻ്റെ ഒരു ഉസ്ലൂബാണ് ഇവിടെ എന്ത് ചെയ്യണത്, അതിൻ്റെ ശൈലിയാണ് ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി വിവരിക്കുന്നത്. ഇനി അതിൻ്റെ ആ ലഫ്ളിൻ്റെ മാനയുടെ മേലല്ല അറിയിക്കേണ്ടത്, അതിനപ്പുറത്ത് വേറൊരു കാര്യത്തിൻ്റെ മേലാണ് അറിയിക്കുന്നത്. അങ്ങനെയും എന്ത് ചെയ്യാം, ദലാലത്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ദലീൽ പിടിക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ദലാലത്തിനാണെന്ന് പറയുന്നത് ഇൽത്തിസാമിയായ ദലീൽ എന്നുണ്ട്. പ്രത്യേകിച്ച് തുലാബുകളെ സംബന്ധിച്ചിടത്ത് ഇൽത്തിസാമിയായ ദലീൽ എന്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഓരോ ആയത്തുകളിലും അതേപോലെ തന്നെ നസ്സുകളിലൊക്കെയുള്ള ഫിക്റിലും തദബ്ബുർ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും, ധാരാളം മസ്അലകൾ
ഒരേ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ ധാരാളം ഇതുണ്ട്. ഇപ്പോൾ ഒരു ഹദീസ് പറയുന്നു, ആ ഹദീസിൽ നിന്ന് ധാരാളം ഫായിദകൾ ഇങ്ങനെ ഈ തദബ്ബറിലൂടെ എന്ത് ചെയ്യണതാണ്, ലഭിക്കുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.